നമസ്കാരം. എനിക്കറിയാം, എറണാകുളത്ത് 2.5 വയസ്സ് മുതൽ ഒരു പെൺകുട്ടി അതിക്രൂരമായി സ്വന്തം അച്ഛൻ്റെ ബന്ധുവിൽ നിന്ന് പീഡിപ്പിക്കപ്പെട്ട് ആലുവ പുഴയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. വീട്ടിൻ്റെ അകത്തളങ്ങളിൽ നടക്കുന്ന അതിക്രൂരമായ പീഡനങ്ങളെ കുറിച്ചുള്ള വാർത്തകളാണ് സാക്ഷര കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിന്റെ പ്രതിഷേധം എന്ന നിലയ്ക്ക് ഒരു പാട്ട് പാടാൻ പോവുകയാണ്. പക്ഷെ ഇത് പാട്ടല്ല കേട്ടോ, എനിക്ക് പാടാൻ അറിയില്ല. ഞാൻ എന്നെ ഇതിനെ വിളിക്കുക വായ കീറുക, തൊള്ള കീറുക എന്നൊക്കെയാണ്. എൻ്റെ ഒരു വായ കീറ എന്ന് മാത്രമേ ഇതിനെ കാണാൻ പാടുള്ളൂ. ഇതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് പ്രശസ്തനായ നാടകക്കാരനും ആക്ടിംഗ് ട്രെയിനറും ഒക്കെ ആയ കോഴിക്കോട്ടുകാരനായ എൻ്റെ സുഹൃത്ത് വിജേഷാണ്. നമുക്ക് എൻ്റെ വായ കീറലിലേക്ക് കിടക്കാം. ഞാനിങ്ങനെ വായ കീറിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ മരിച്ചുപോയ 2.5 വയസ്സ് മുതൽ പീഡിപ്പിക്കപ്പെട്ട 4 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ മുഖം മാത്രം ആലോചിച്ചാൽ മതി. അതാണ് എൻ്റെ വായ കീറലിന്റെ താളം, സംഗീതം. ഞാനൊരു തുള്ളി മഴത്തുള്ളി ഭൂമിയിലൊഴുകി ഒഴുകാൻ കൊതിച്ചൊരു തുള്ളി മഴത്തുള്ളി. വെള്ളാരം കല്ലിന്റെ നീതേ തുടികൊട്ടി പാടുന്നൊരരുവിയാകാ ചിരിച്ചൊഴുകുന്ന പുഴയുടെ മുഖത്ത് ചുണ്ടുകൾ വെച്ചിട്ട് ദാഹം തീർക്കുന്ന മുഖത്തെ തഴുകി ഒഴുകാൻ കടലിന്റെ മീതെ നൃത്തം ചവിട്ടും ഒരു കൊച്ചുറാണി തുള്ളിയാകാം കൊതിച്ചൊരു തുള്ളി മഴത്തുള്ളി. പക്ഷേ കാറ്റ് എന്നെ കൊണ്ടുപോയത് ഒരു മുള്ളുമരത്തിന്റെ നെറ്റിയിലേക്കായിരുന്നു. ഭൂമിയിലേക്ക് ഒഴുകാനുള്ള കൊതി കൊണ്ട് മുള്ളുകൾ ഉറങ്ങുന്ന നേരം നോക്കി ഞാൻ താഴേക്ക് ആരും അറിയാതെ മെല്ലെ അരിച്ചിറങ്ങാൻ തുടങ്ങി. ഞാനൊരു തുള്ളി മഴത്തുള്ളി ഭൂമിയിലൊഴുകി ഒഴുകാൻ കൊതിച്ചൊരു തുള്ളി മഴത്തുള്ളി. പക്ഷേ മുള്ളുമരത്തിന്റെ കൂർത്ത മുള്ളുകൾ എന്റെ കണ്ണുകളിലായിരുന്നു കുത്തിത്തളച്ചത്. അന്ധയായ ഞാൻ താഴെയെത്തി അടിവേരുകളുടെ കനത്ത ചൂടേറ്റ് ഒരു നീരാവിയായി മരിച്ചുപോയി. പക്ഷേ ഞാൻ ഇനിയും തിരിച്ചു വരും ഒരു മഴത്തുള്ളിയായി. ഞാനൊരു തുള്ളി മഴത്തുള്ളി ഭൂമിയിലൊഴുകി ഒഴുകാൻ കൊതിച്ചൊരു തുള്ളി മഴത്തുള്ളി മഴത്തുള്ളി.